മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് ലയങ്ങളിലെ തൊഴിലാളികളോട് ഒഴിഞ്ഞു പോകാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആകെയുള്ള 70 കുടുംബങ്ങളിൽ 15 കുടുംബങ്ങൾക്ക് മാനേജ്മെന്റ് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന ഭൂമിയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ചില കുടുംബങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്താണ് കാരണം പറയുന്നത്? ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടി അത് ഏറ്റെടുക്കുക എന്നതുകൊണ്ട് തന്നെയാണോ? മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നവരുടെ ഒരു പ്രതികരണം? ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് ഭൂമി കണ്ടെത്തിയത് സർക്കാർ ഈ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ലയങ്ങളിൽ പാടികളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ 20ഉം 30ഉം ഒക്കെ വർഷമായി ഈ മേഖലയിൽ, അതായത് തോട്ടം തൊഴിലാളികളായി ഈ തേയിലത്തോട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത ആളുകളോടാണ് ഇത്തരത്തിൽ മാനേജ്മെന്റിന്റെ എൽസ്റ്റൺ എസ്റ്റേറ്റ് തോട്ടം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എത്രയും വേഗം പുനരധിവാസത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പലർക്കും ഇത്തരത്തിൽ 50ഓളം കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകാനായി എത്തിയതായിരുന്നു ഈ തോട്ടം തൊഴിലാളി മാനേജ്മെന്റ്. അവർ എത്തി നോട്ടീസ് നൽകി. ഉടൻ തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ എത്രയും വേഗം പാടികൾ ലയങ്ങൾ തിരികെ നൽകി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നോട്ടീസിൽ നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഏകദേശം 50ലധികം ആളുകൾ, അതായത് 50ഓളം തൊഴിലാളികളും ആണ് ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്നത്. മാത്രമല്ല 25ഓളം ലയങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ലയങ്ങളുണ്ട്. ആ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികൾക്കാണ് ഇവിടെ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണം. അതുപോലെ തന്നെ സഹായധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ചേരുകയാണ്. എന്നാണ് ഇത് ലഭിച്ചത്? ചെയ്തലിക്കാം. നമുക്ക് ഇന്നലെ രാവിലെ 9 മണിക്കാണ് വന്നത്. പട്ടണം വന്നിട്ടാണ് നമ്മൾ പട്ടണം എവിടെയും പോകാൻ പറ്റില്ല. നമുക്ക് എവിടെ പോയി താമസിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എനിക്ക് 5 സെൻറ്റ് സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കഴിഞ്ഞ് പോകാം. അതേ ഉള്ളൂ. അമ്മയും ഒരുപാട് വർഷം ജോലി ചെയ്തതല്ലേ? നിങ്ങൾക്ക് PF മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിരുന്നോ? ഒന്നും തന്നിട്ടില്ല. 5000 റുപ്യ മാത്രമേ തന്നിട്ടുള്ളൂ. ഓല് ഒയ്യാൻ പറയുക, 2 ദിവസം കൊണ്ട് ഒയ്യാൻ പറയണേ. ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക? 5 സെൻറ്റ് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടി അതിലൊരു വീട് വെച്ചാൽ ഞങ്ങൾ പോകും. അതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റവർക്ക് കൊടുക്കണവർക്ക് കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നുമില്ല. അതൊക്കെ നല്ല കാര്യമാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഒയ്യാൻ പറയുക 2 ദിവസം കൊണ്ട് ഒയ്യാൻ. എങ്ങോട്ടാണ് ഞങ്ങൾ പോവുക? 2 ദിവസം കൊണ്ട് എങ്ങോട്ടും പോകാൻ ഒരു മാർഗവുമില്ല ഞങ്ങൾക്ക്. ഇതിൽ നിൽക്കാൻ പൂതി ഉണ്ടായിട്ടൊന്നുമില്ല. ഇത് വീകാനയക്കണ്. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത്. അതേപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മളെ ഗ്രാറ്റുവിറ്റി നമുക്ക് ഒരു സ്ഥലം തരാനില്ലാണ് 5 സെൻറ്റ്. അതുമ്പോൾ ഞങ്ങൾ 2 ആളുണ്ട്. ഇവിടെ പെർമനൻ്റ് ആകേണ്ട ആളാണ്, ടെമ്പററി ചെയ്യുന്നത്. അവൾക്ക് ആകെ 5000 റുപ്യ ഉണ്ട്. എനിക്ക് ഞാൻ 25 കൊല്ലം പണിയെടുത്ത് കഴിഞ്ഞ് 15 കൊല്ലം പണിയെടുക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്, ഈ സ്ഥലം കിട്ടണം. അതാണ് നമുക്ക് പറയാനുള്ളത്. വിനീത, ഈ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അന്നു മുതൽ മുടങ്ങിയതാണ്. ഈ ആനുകൂല്യങ്ങൾ തോട്ടം മാനേജ്മെന്റ് നൽകിയില്ല. ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നഷ്ടപരിഹാരം കിട്ടുന്ന മുറയ്ക്ക് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാം എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ദുരന്തബാധിതരുടെ ഈ ഒരു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ അവർ ഇവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇവർക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകളെ പരിഗണനയിലെടുത്ത് ഇവർ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഇവരോട് ഒഴിഞ്ഞു പോകാനുള്ള മാനേജ്മെന്റിന്റെ നടപടിക്ക് എതിരാണ് പ്രതിഷേധം. ഏതായാലും വരുന്ന ഞായറാഴ്ച മുതൽ ഇവർ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. വിനീത, ശരി. ദീപക്കാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.